അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ കുടഞ്ഞിടാനായിട്ടൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഷീറ്റെല്ലാം കുടഞ്ഞിട്ടു. ഡെയിലി ഇതൊന്നും ഇല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഞാൻ ചായയും കാപ്പിയും ഒന്നും കുടിക്കത്തില്ല, ഇപ്പം വെള്ളമാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിക്കകത്ത് ഉപ്പൊക്കെ ഇട്ട് വരട്ടി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുഴയ്ക്കുന്ന വീഡിയോ ഒന്നും ഇട്ടില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി രാവിലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് പോയി. ഷേക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കൊലയുണ്ടായി. അതിനകത്ത് അത് തീരുന്നിടം വരെ പുട്ടാണ് അമ്മ പറഞ്ഞുകൊണ്ട് അതെങ്ങനെങ്കിലും തീർത്താലേ പുട്ടിയിൽ നിന്നൊരു മോചനം കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ അങ്ങ് തീർക്കാം. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇട്ടു. മറ്റേ ബദാം കുതിർക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് അതുപോലെ തന്നെ കിട്ടു. പിന്നെ ഷേക്കൊക്കെ റെഡിയായി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബൂസ്റ്റൊന്നും ഇല്ലായിരുന്നു. അത് അങ്ങനെ തന്നെ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കി ചേച്ചിക്കും അമ്മയ്ക്കും കൊടുത്തു. ഞാൻ നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴാണ് കഴിച്ചേ. അപ്പോൾ ഫൈനൽ ഇങ്ങനെയായിരുന്നു. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പഞ്ചസാര ഇട്ടു. നിങ്ങൾ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ഒന്ന് പേപ്പറൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചേച്ചിയും കൂടെ അതെല്ലാം മാറ്റി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചു. ഇതൊക്കെ അഴുക്കാക്കുന്നത് ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്നപ്പം ഒരു മൈലാഞ്ചി കണ്ട്, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അതൊക്കെ ഇട്ടു. പക്ഷേ അത് ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ അത് കഴുകിയും കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് മാവേലിക്കര വരെ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് പിന്നെ ഒരുങ്ങുന്ന ഒന്ന് വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല, കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടുന്ന മാത്രമേ ഞാനത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ പോൺസിൻ്റെ ഒരു ക്രീമാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് തന്നെ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു എന്തോ ഒരു ഷെയ്ഡ് വന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടാണ് ചോറൊക്കെ കഴിച്ച്. ചോറിന് ഒഴിച്ചുകറിയും പിന്നെ ചിക്കൻ കറി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് റേഷനറി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനൊക്കെ എടുത്തു. അപ്പോൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനമൊക്കെ ചേച്ചിയാണ് ചെയ്തത്. അപ്പം ചേച്ചി എല്ലാം സെറ്റാക്കി കൊടുത്തു, അമ്മയെല്ലാം ഉണ്ടാക്കി. ചേച്ചിയും കൂടെയാണ് ചിക്കൻ വെച്ച്. ഞാനപ്പം റേഷനറി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ച് സാധനമൊക്കെ ഞാനിവിടെ എടുത്ത്. അപ്പോൾ ഇത്രയും വെള്ളം വെക്കുന്നുള്ളൂ, കാരണം 1.5 ഗ്ലാസ് അരി ഞാൻ വെക്കുന്നുള്ളൂ, കാരണം ചോറ് വെച്ചിരിപ്പുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് ഊറ്റുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുക്കറിലുണ്ടാക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും ഇങ്ങനെ പശ പോലെ വരും. അതിനെക്കാട്ടി നല്ല ഇങ്ങനെ വെച്ച് ഊറ്റിയെടുക്കുമ്പോൾ ആ പശയുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കൂടെ പോകും. അപ്പോൾ ഇത്രയും അരി ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ എണ്ണയും ഇച്ചിരി വിനാഗിരിയൊക്കെ ഒഴിച്ചുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നല്ലതായിട്ട് അരി കഴുകുകയും വേണം. അപ്പോൾ ചിക്കനുള്ള തേങ്ങാക്കൊത്തും എല്ലാം റെഡിയാക്കി. അപ്പോൾ ചേച്ചി അതെല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അരി ഇവിടെ ഇത്രയും വേവ് മതി, കണ്ടില്ലേ, ഇത്രയും വേവ് മതി. അപ്പോൾ ആ വേവ് അനുസരിച്ച് അവിടെ ഊറ്റി. അപ്പോഴത്തേക്ക് ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി റെഡിയാക്കിയപ്പോഴത്തേക്ക് ഞാൻ ആ ബിരിയാണിയിലേക്ക് വേണ്ട എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പറഞ്ഞാണ്ടിയില്ലായിരുന്നു. അത് സാരമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്തിലേക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി ബിരിയാണി സെറ്റാക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നമ്മൾ സാധാരണ ബസ്മതി അരി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ അതിൽ മറ്റേ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും അതിനകത്ത് കാണിച്ചില്ല. അപ്പോൾ കണ്ടില്ലേ, ഇത് ഒരെണ്ണം പോലെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടം നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫൈനൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ.